നമ്മൾ എല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നു. ഏത് ഭാഷ? പ്രേമത്തിന്റെ ഭാഷ. മാതൃഭാഷ ഏതായാലും പ്രേമത്തിന്റെ ഭാഷ ഒന്നാണ്. ലോകം മുഴുവൻ അതൊന്നാണ്. കൊക്കയിലേക്ക് വീണാലോ? ഞാനും ഒപ്പം ചാടും. അയ്യോ, എന്റെ രാജേഷ് മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിച്ചാലും രാജേഷ് മരിക്കാൻ പാടില്ല. അനു, അനു, അനു. രാജേഷ്, എന്റെ ചിത്രം എന്തിനാ ഇവിടെ വരച്ചത്? വർഷങ്ങൾക്ക് ശേഷം ഇതുവഴി കടന്നു പോകുന്ന കാമുകി കാമുകന്മാർ നമ്മളെ കുറിച്ച് ഓർക്കാൻ. അത് വേണം. എന്താ? ഞാൻ രാജേഷിനെയും രാജേഷ് എന്നെയും ഓർത്താൽ മതി. അതുപോലെ അനു. യാത്ര പറഞ്ഞിറങ്ങിയതായിരിക്കും. ഞാനോ നിങ്ങളോ? മനസ്സിലാക്കി തരണോ? വഴക്കിനൊന്നും പോണ്ട പണിക്കരെ, കാറ് വിടും. എല്ലാം ഇന്നലെ കഴിഞ്ഞവരെ തോന്നുന്നു. അതെ, നീണ്ട 25 വർഷങ്ങൾ. വിവാഹ മണ്ഡപത്തിൽ വെച്ച് തോന്നിയ അതേ വികാരം, അതേ അടുപ്പം, അതേ പ്രേമം ഒരു മാറ്റവും ഇല്ലാതെ ഇന്നും തുടരുന്നു. ഇതാണ് യഥാർത്ഥ ദാമ്പത്യം. മിസ്റ്റർ നമ്പ്യാർ കുടുംബത്തിനും തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വഴിയിൽ വെച്ച് ഞങ്ങളുടെ കാറും ഒരു കൊച്ചു പയ്യൻ ഓട്ടിച്ചിരുന്ന
മോട്ടോർ സൈക്കിളും കൂടി കൂട്ടി മുട്ടേണ്ടതായിരുന്നു എന്നതൊഴിച്ചാൽ യാത്ര സുഖകരമായിരുന്നു. ഒരു നൂലിടയ്ക്ക് തെറ്റി. ലക്ഷ്മി ഏട്ടത്തിക്ക് അല്പം ക്ഷീണമുണ്ട്. ഒന്നും പറയണ്ട എന്റെ പപ്പി. ഫോറിൻ ട്രിപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ബൈ മിസ്റ്റർ നമ്പ്യാരുടെ കത്ത് കിട്ടിയിരുന്നു. പുതിയ ബിസിനസിനെ കുറിച്ച് എല്ലാം വായിച്ചു. എന്നാണ് യാത്ര? വരുന്ന തിങ്കളാഴ്ച ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വിമാനം കയറും. പിന്നെ 2 കൊല്ലം കഴിഞ്ഞേ ഇന്ത്യയിലേക്കുള്ളൂ. ഓ ഐ സി. പിന്നെ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അനുവിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഹോസ്റ്റലാക്കിയിട്ട് പോകാമെന്നാ ആദ്യം വിചാരിച്ചത്. അത് കൊള്ളാം. ഞങ്ങളിവിടെ ഉള്ളപ്പോഴോ? അതെ, അത് പിന്നീടാണ് ഓർത്തത്. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ അനു ഇവിടെ താമസിക്കട്ടെ. എന്താ? എന്റെ മോക്കും ഒരു കൂട്ടായി. മിസ്റ്റർ മേനോൻ ഒരു മോളല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഞാൻ കാണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ. ഞങ്ങൾ അവളെ വളരെ ആ ചെറുപ്പം. മോള് വന്നല്ലോ. മോളെ, ഡാഡിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് വരുന്നു പറഞ്ഞില്ലേ? അദ്ദേഹമാണിത്. മിസ്റ്റർ നമ്പ്യാർ, മിസ്സസ് നമ്പ്യാർ. ഹലോ അങ്കിൾ. ഹലോ ആന്റി. ഇത് അനു, അവരുടെ മകൻ. ഹലോ അനു. ഹലോ. വരൂ ലക്ഷ്മി, അകത്തേക്ക് പോ. മിസ്റ്റർ നമ്പ്യാർ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഇന്ന് തന്നെ വന്നത് വളരെ നന്നായി. അതെന്താ? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. സിൽവർ ജൂബിലി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമുക്കിന്ന് ഗംഭീരമായി ആഘോഷിക്കണം. ഷുവർ ഷുവർ. അപ്പോ അനു ഇവിടെ താമസിക്കാൻ പോവുകയാണ്. വെരി ഗുഡ്. ഐ ആം സോ ഹാപ്പി. വരൂ, എന്റെ മുറി കാണാം. അവർ കൂട്ടായി കഴിഞ്ഞു. എന്റെ മകൾക്ക് ഒരു നിമിഷം മതി ഒരാളെ കൂട്ടുകൂടാൻ. മിടുക്കി. അച്ഛനെ പോലെ തന്നെയാ. താങ്ക് യു വെരി മച്ച് ഫോർ ദ കോംപ്ലിമെന്റ്. ഇത് കോട്ട്, അത് മേശ, ഇത് ബുക്ക് ഷെൽഫ്, ഇത് ബ്യൂറോ, ഡ്രസ്സിംഗ് ടേബിൾ, ഫ്ലവർ വേസ്. എങ്ങനെ റൂം കൊള്ളാമോ? ഇനി ഇവിടെ ഒരു കോട്ട കൂടി വരും, അനുവിന്. എന്താ, ഈ റൂമിൽ തന്നെ കൂടുന്നതിൽ തനിക്ക് വിരോധമുണ്ടോ? വിരോധമുണ്ടെങ്കിൽ സിംഗിൾ റൂം അറേഞ്ച് ചെയ്യാം. വിഷമിക്കണ്ട, ഞാൻ ഈ സിംഗിൾ റൂമിൽ തന്നെ കൂടിക്കൊള്ളാം. താങ്ക് യു. അപ്പൊ ഇന്ന് മുതൽ ഈ സിംഗിൾ റൂം ഡബിൾ റൂം ആകുന്നു. ഗുഡ്. മോട്ടോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടോ? എന്റെ കോളേജ് മേറ്റ് മിസ്റ്റർ രാജേഷ്. തനിക്ക് പറ്റിയ കൂട്ടുകാരനാ. എന്ത് ചോദിച്ചാലും ചിരി, പിന്നെ അത്രമാത്രം. തന്റെയും ക്യാരക്ടർ അതാണല്ലോ. 1 മിനിറ്റ്. ഹായ്. പിന്നെ എനിക്ക് കോളേജിൽ പോകാൻ ടൈമായി. തനിക്ക് അഡ്മിഷൻ എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ പോകാൻ. അതുകൊണ്ട് നല്ലപോലെ കുളിച്ച് തൽക്കാലം എന്റെ ബെഡിൽ റെസ്റ്റ് എടുക്കും. ഡിയർ, പ്ലീസ് എക്സ്ക്യൂസ്. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറട്ടെ. തിരിഞ്ഞു നിന്നില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. തന്നെ പരിചയപ്പെട്ട ഉടനെ തന്റെ മുമ്പിൽ വെച്ച് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയാൽ താൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കരുതിയാ. ഇനി തിരിഞ്ഞു വന്നോളൂ. ഇങ്ങനെയൊന്നും പോരാ, കുറെ കൂടി എനർജറ്റിക് ആയിരിക്കണം. ഓക്കെ, ബൈ. ഹായ് രാജേഷ്. ഞാൻ വരട്ടെ. താങ്ക് യു.